ചില കാര്യങ്ങൾ നമ്മൾ സീക്രട്ടായിട്ട് വെക്കേണ്ടത് സീക്രട്ടായിട്ട് തന്നെ വെക്കണം. ഒരു കാരണവശാലും അതൊന്നും പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയരുത്. നമുക്കിനി എത്ര പൈസ കിട്ടും, അല്ലെങ്കിൽ എത്ര വ്യൂസ് കിട്ടും, ഇനി എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ പറയണം, എൻ്റെ കാര്യങ്ങളെല്ലാം അവരറിയണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും ശരി, ചില കാര്യങ്ങൾ നമ്മൾ വളരെയധികം സീക്രട്ടായിട്ട് തന്നെ വെക്കണം. ഇനി നിങ്ങൾക്ക് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, കൺഫേം ആയതിന് ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയാം. അതായത് ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ട്, ഇനി ഇങ്ങനെയാണ് എന്നൊക്കെ പറയാം. അതൊക്കെ ഒരു രസമുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ചികിത്സ തേടുമ്പോൾ മുതൽ അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെയായി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ദീപ്തി ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ അവരുടെ കല്യാണമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അവരൊരുപാട് കാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചാനൽ ഞാൻ കാണാറുണ്ട്. അത് മാത്രമല്ല, സീതത്തോടിൻ്റെ ഒരു ഭംഗി അത് കാണാനും കൂടി വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ കുറച്ച് നാൾ മുന്നേ ഞാൻ വീട്ടിൽ നിന്നും പുറത്തായോ എന്നുള്ള തരത്തിലുള്ള ഒരു തംബ്ലൈനും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്താ വെച്ചാൽ ടീച്ചർക്ക് ഇപ്പോൾ ഈയിടെയായിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ വേണ്ടത്ര അങ്ങ് വ്യൂസ് അങ്ങോട്ട് കയറുന്നില്ല, അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ഏതായാലും ആ വീഡിയോ കണ്ടപ്പോൾ ഇവരെന്തോ പ്രഗ്നൻസിൻ്റെ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ ടെസ്റ്റിന് പോകുന്നോ അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ആണ്. ഏതായാലും അപ്പോൾ തന്നെ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. കാരണം എന്തിനാണ് ഇവർ ഇതൊക്കെ തുറന്ന് പറയുന്നത്, എന്തിനാണ് ഇപ്പോഴിങ്ങനെ പറയുന്നത് എന്നൊക്കെ. ഇന്നലെ ഇന്നുമായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായി പോയി, അതായത് ടെസ്റ്റ് വിജയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഒരുപാട് കമൻറ്റുകൾ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ചില കാര്യങ്ങൾ നമ്മളിനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവർ തന്നെയാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. അത് ഈ 6 മാസം കഴിയുമ്പോൾ തന്നെ ഇത്രമാത്രം വിഷമിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 6 മാസമല്ലേ ആയുള്ളൂ, ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് പറയുന്നത്? ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാഷനാണിത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ പറയുക. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്രൂരമായ വേഷം കണ്ടത് ആ ഒരു ടി ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയിലാണ്. അതായത് ആ സ്ത്രീ ഇതുപോലെ ഈ തിയേറ്ററിൽ ഇങ്ങനെ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴും ഇവൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബറായി ഇത് അറിയിക്കണം, അതിലൂടെ എനിക്കൊരു മില്യൺ വ്യൂസ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവൻ അപ്പോൾ തന്നെ കാറിൽ വന്നിട്ട് ഇവൻ പറയുകയാണ്, ഷെഫി അവള് തിയേറ്ററിലാണുള്ളത്, രക്ഷപ്പെടുമെന്ന് അറിയില്ല, നിങ്ങളെല്ലാം ദുഃഖ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കരയുന്നേ ഒരു വീഡിയോ. ഇത് കണ്ടപ്പോഴേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനോടില്ലേ, അവൻ എന്ത് വിഡ്ഢിത്താ കാണിക്കുന്നതെന്നാണ്. അതായത് ഒരാൾ ഇത്രയും ടെൻഷനിൽ നിൽക്കുമ്പോൾ വന്നിട്ട് വീഡിയോ ചെയ്യാൻ കഴിയോ? അങ്ങനെ വരെ വീഡിയോ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ചില ടീമുകൾ നമ്മൾക്കിടയിലുണ്ട്. ഇവരൊക്കെ പേര് എന്ന് പറഞ്ഞാൽ ഫാമിലി വ്ളോഗാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോക്കാണെങ്കിൽ നല്ല റീച്ചും കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു എന്നാ പറയേണ്ടത്, ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ദുഃഖം തന്നെയാണ് ഈ കുട്ടികളില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്രസവത്തിൻ്റെ ആയാലും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആയാലും നല്ല വ്യൂസും നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും. പക്ഷേ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നല്ല പ്രാക്കും കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീഡിയോ കാണുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നന്മ മരങ്ങളൊന്നുമല്ല. എല്ലാവരും നമ്മളോട് വെറുപ്പുള്ളവരുണ്ടാകും, ഇഷ്ടമുള്ളവരുണ്ടാകും, ഇതിലൊന്നും പെടാത്തവരുണ്ടാകും, പിന്നെ പ്രാകാൻ വേണ്ടി മാത്രം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാനുണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെയൊക്കെ വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കേണ്ടത് നമ്മൾ രഹസ്യമാക്കിയിട്ട് തന്നെ വെക്കണം. ഒരു കാരണവശാലും പരസ്യപ്പെടുത്തരുത്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തിനാണ് ഇവർ ഇതൊക്കെ പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ദിയാകൃഷ്ണയുടെ ആ ഒരു സംഭവം വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഇതിനിടയ്ക്ക് കണ്ടില്ലേ ഒരു വ്യാജ പ്രഗ്നൻസി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, ഈ സോസ് ഉറ്റിച്ചിട്ട് വരെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവരുടെയൊക്കെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അങ്ങനെയൊക്കെ കോപ്രായങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ എല്ലാം കാണിക്കും, എൻ്റെ എല്ലാ കാര്യങ്ങളും അവരറിയണം, അവരാണ് എൻ്റെ ബലം എന്നൊക്കെ പറയാമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, ബന്ധുക്കളിൽ നിന്ന് വരെ നമ്മൾ കുറച്ച് രഹസ്യമാക്കി വെക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ അടുത്ത ബന്ധുക്കളായ എല്ലാം റെഡിയായതിന് ശേഷം എല്ലാം കൺഫേമായി ഇനി കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ മാത്രമേ ഇതെല്ലാവരും പുറത്തു വിടുകയുള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും.
ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുണ്ടാകും. ഭാര്യ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോഴാരും അറിയണ്ട, അത് കൺഫേം ചെയ്തിട്ട് പറയാം എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് വല്ലതും കിട്ടാനും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ എങ്ങനെ എല്ലാവരെയും അറിയിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. ഇത് തന്നെ ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇടുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മോശമായിട്ട് വരും, ഒരുപാട് പ്രാക്കുകൾ വരും, ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇവള് സൂഹിക്കണ്ട, ഇവളങ്ങനെ കുറേ നാളായി അഹങ്കാരം കൊണ്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ടീച്ചർക്ക് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ശത്രു പുറത്തുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ, ആദ്യത്തെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട് പുറത്ത്. അവൻ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലാ കമൻ്റ് ഇടുക എന്ന് പറയാൻ പറ്റൂല. അവൻ ആകെ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലാണ്. കാരണം എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഇത്തിരി സുഖമായിട്ട് ജീവിക്കുമ്പോൾ എൻ്റെതെല്ലാം നശിച്ചു, ഞാനെല്ലാം നശിച്ചു, ഞാനിപ്പോൾ ആർക്കും വേണ്ടാതെ ഒരുത്തനായി എന്നുള്ള തരത്തിൽ ജീവിക്കുന്ന അവനെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അസൂയ ഉണ്ടാകും. അയാളൊക്കെ ഏത് രീതിയിലാണ് കമൻ്റ് ഇടുക, ഏത് രീതിയിലാണ് പിന്നെ പറയുക എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അടിയിൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചറെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള പിന്നെ കമൻറ്റുകൾ ഉണ്ടാകും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ അക്കൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ആരുടെ രോഗമാണ്, ഈ രോഗം ആർക്കാണ് ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് രഹസ്യമാക്കിയിട്ട് തന്നെ വെക്കാം. ഈ ഒരു പൈസ വേണ്ട, ഈ കണ്ടന്റ് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് കഴിയട്ടെ, 1 മാസം കഴിയട്ടെ, ഇല്ലെങ്കിൽ ഒരു 2 മാസം കഴിയട്ടെ, അപ്പോൾ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് ഇതുപോലെ പറയേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ വേറൊരു ചോദ്യം. അതായത് നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ അത് നിങ്ങൾ തന്നെ അവിടെ ആ ഉള്ളിൽ ഒതുക്കുക എന്നല്ലാതെ അതും നിങ്ങൾ വന്നിട്ട് ഈ വീഡിയോയിലൂടെ പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കുറേ ശത്രുക്കൾക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടൊരു വകയായി. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന ചില കമൻറ്റുകൾ നമ്മൾ കണ്ടു, ഇതും ഇവരുടെ ഡ്രാമയാണ്, ഇവരുടെ എല്ലാവരും കൂടി ഡ്രാമ ചെയ്യുകയാണ്, അങ്ങനെ വിശ്വസിക്കത്തുള്ളൂ. കാരണം യൂട്യൂബേഴ്സ് തന്നെ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കുറേ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലേ, അതായത് മറ്റേ ടൊമാറ്റോ സോസ് എടുത്തിട്ട് പറ്റിക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അവിടെ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കിടക്കുമ്പോൾ വീഡിയോ ചെയ്യുക, അത് എന്നിട്ട് പോസ്റ്റ് ചെയ്യുക, അങ്ങനെ കരഞ്ഞുകൊണ്ടും വിളിച്ചുകൊണ്ടും വീഡിയോ ചെയ്യുക. നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ കഴിയുമോ? ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്ക് ഓൺ ചെയ്യാൻ കഴിയും? അതായത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഒരു ആശുപത്രിയൊക്കെ കിടക്കുമ്പോൾ നമുക്ക് എത്ര ആൾക്കാർക്ക് ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് ഇതുപോലെ പ്രസംഗിക്കാൻ കഴിയും? ഒരാൾക്കും കഴിയില്ല. പക്ഷേ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിൽ സുഖം പിടിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദിയാ കൃഷ്ണയുടെ വീഡിയോ വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിന് മനക്കെടുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കാം. ഇപ്പം 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടു, ആ സ്ത്രീക്ക് കുക്കർ കൊണ്ട് എന്തോ പൊള്ളലേറ്റു എന്നെന്തോ പറയുന്നുണ്ട്. അവരത് വെച്ചിട്ടൊരു ചാനൽ തുടങ്ങി. അതാണ് ആ ഒരു കാര്യം വെച്ചിട്ട് ഒരു ചാനൽ തുടങ്ങി. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ തീപ്പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഇത് പോകാം എന്നുള്ള തരത്തിൽ ക്ലാസ് എടുക്കൽ വരെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെയാണ് മനുഷ്യന്മാർ ഒരു സ്ഥലത്ത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ 10 പൈസ ഉണ്ടാക്കാം, ഇത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ പിന്നെ എന്താ പറയേണ്ടത്, ഈ പബ്ലിക്കിനോട് പറയുമ്പോൾ കുറച്ച് സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചില കാര്യങ്ങൾ ഒരു കാരണവശാലും തുറന്നു പറയാൻ പാടില്ല. ചില കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാം, പക്ഷേ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യമായിട്ട് നമ്മൾ വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഈ ഗർഭിണിയൊക്കെ കൊണ്ട് മറ്റേന്നാ പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കൂടാ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ചുടുകാട് വഴിയൊന്നും പോയിക്കൂടാ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പുറകിൽ വേണ്ട ആ ഒരു ഷെയർ, ലൈക്ക്, കമൻറ്റ് ഇതൊക്കെ അങ്ങ് ചെയ്യുക. നന്ദി, നമസ്കാരം.